പിന്നിട്ട് ക്രിസ്മസിന്റെ ഒരു മൂഡിലേക്ക് എത്തിരിക്കുകയാണ്. നമുക്കറിയാം, എവിടെ നോക്കിയാലും വർണ്ണവിളക്കുകളും ക്രിസ്മസ് കരോൾ ഗാനങ്ങളും കേക്കിന്റെ ആ ഒരു സുഗന്ധവും ഒക്കെയാണ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്, ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ക്രിസ്മസ് എങ്ങനെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള പല പല ചിന്തകൾ ഇങ്ങനെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലെത്തിയിരിക്കുന്നു. അന്ന് വർക്കിംഗ് ഡേ ആണ്. വർക്കിംഗ് ഡേ ആണ്. വീക്കെൻഡിനോട് അടുത്തായത് കൊണ്ട് തന്നെ കുറച്ച് സമാധാനം ഉണ്ട്. അതെ, തീർച്ചയായിട്ടും. നമുക്കറിയാം, ഇപ്പോ ഓരോ ആഘോഷങ്ങൾ വേറെ നമ്മളിങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുമ്പോഴും അതിനോടൊക്കെ അനുബന്ധിച്ച് ഒരുപാട് ആൽബം സോങ്ങുകൾ പുറത്തിറങ്ങാറുണ്ട്. ഓണമാണെങ്കിൽ ഓണപ്പാട്ടുകൾ ഇറങ്ങാറുണ്ട് ബഹ്റൈനിൽ നിന്നും. ഇപ്പൊ ക്രിസ്മസിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു ക്രിസ്മസ് സോങ് ബഹ്റൈനിൽ നിന്നും റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ ഒരു ലിസ്ണർ ആണ് കേട്ടോ. നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു ലിസ്ണർ ആണ്. നമ്മൾക്ക് എഴുതാറും കൂടിയുണ്ട്, നമ്മുടെ ഷോയില് വരാറുണ്ട്. അപ്പൊ അത്തരത്തിലൊരാൾക്ക് ഇങ്ങനെയും ഒരു കഴിവുണ്ട് എന്ന് അറിഞ്ഞത് ഇപ്പോഴല്ലേ? അതെ, അതിനൊരു നിറഞ്ഞ കൈയടി. അദ്ദേഹത്തിന്റെ പേര് സുനിൽ തോമസ് റാണി എന്നാണ്. സുഹൃത ജനനം എന്നാണ് ഈ ഒരു ക്രിസ്മസ് ഗാനത്തിന്റെ പേര്. സുകൃത ജനനം. ബഹ്റൈൻ പ്രവാസിയാണ് സുനിൽ തോമസ് റാണി. അദ്ദേഹം ആദ്യമായിട്ട് എഴുതിയ ഒരു ക്രിസ്മസ് കരോൾ ഗാനമാണിത്. സംഗീത ആൽബം സുകൃത ജനനം എന്നതാണ് അതിന്റെ പേര്, ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ നമ്മൾ യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ അത് ടൈപ്പ് ചെയ്താൽ നമുക്ക് കിട്ടുമല്ലോ. തീർച്ചയായിട്ടും. അദ്ദേഹത്തിന്റെ സ്വന്തം യൂട്യൂബ് ചാനലുണ്ട്, സുനിൽ റാണി എന്നാണ് ആ യൂട്യൂബ് ചാനലിന്റെ പേര്. ആ ഒരു ചാനലിൽ ഈ ഒരു ഗാനത്തിന് മികച്ച പ്രതികരണം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന് പിന്നിലുള്ളവർ ആരൊക്കെയാണെന്ന് ഞാനൊന്ന് പറഞ്ഞോട്ടെ. എഴുത്തിലും കവിതയിലും തന്റേതായ കയ്യൊപ്പ് ചാർത്തി ഗാനരചനാ രംഗത്തേക്ക് കടക്കുന്ന നമ്മുടെ സുനിൽ തോമസ് റാണി എഴുതിയ ആദ്യ കരോൾ ഗാനം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇത് ആലപിച്ച് സംഗീതം കൊടുത്തിരിക്കുന്നത് സ്റ്റാൻലി എബ്രഹാം റാണിയാണ്. അദ്ദേഹമാണ് ഇത് ആലപിച്ചിരിക്കുന്നത്. ഒപ്പം ഈ ഗാനത്തിന്റെ വീഡിയോ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്ന ബോബി പുളിമൂട്ടിൽ എന്ന് പറയുന്ന നമ്മുടെ മലയാളം മീഡിയത്തിൽ വന്ന് പങ്കെടുത്ത ബോബി പുളിമൂട്ടിലാണ് ഇതിന് വീഡിയോ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത്. എന്തൊക്കെയായാലും അദ്ദേഹത്തിന്റെ ഈ ഒരു സുഹൃത ജനനം എന്ന് പറയുന്ന ഈ ഒരു കരോൾ ഗാനം എനിക്ക് കുറച്ച് സിനിമാറ്റിക് ടൈപ്പ് ആണ്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ആസ്വദിക്കാം ലൈവ് ഡ്രൈവിലൂടെ. ഒപ്പം തന്നെ സുനിൽ തോമസ് റാണി കേൾക്കുന്നുണ്ടെങ്കിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇതൊരു തുടക്കമാവട്ടെ. ഇൻഷാ അല്ലാഹ്, ദൈവം സഹായിച്ചാൽ അടുത്ത ക്രിസ്മസിന് ഇതുപോലെ നല്ലൊരു പാട്ട് എഴുതണം. ഗുമ്മാവട്ടെ. ക്രിസ്മസിന് മാത്രമല്ല, അല്ലാണ്ടും ഇതുപോലെ തന്നെ പാട്ടുകൾ എഴുതാൻ കഴിവുള്ള ആളാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ട്രൈ ചെയ്തൂടെ വേറൊരു ആൽബം കൂടി. അപ്പൊ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഈ ഒരു പാട്ട് നമ്മുടെ എല്ലാ ലിസണേഴ്സിനും വേണ്ടിയിട്ട് ഞങ്ങൾ പ്ലേ ചെയ്യുകയാണ്. എൻജോയ്. ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ സുനിൽ തോമസ് റാണി കേട്ടോ. കൺഗ്രാറ്റുലേഷൻസ്. പുൽക്കൂട്ടിൽ പിറന്നൊരു പൈതൽ ലോകരക്ഷകനായി പിറന്നു. പുൽക്കൂട്ടിൽ പിറന്നൊരു പൈതൽ ലോകരക്ഷകനായി പിറന്നു. സമാധാനത്തിൻ ദൂതുമായി അവതരിച്ച പുണ്യദിനം. സമാധാനത്തിൻ ദൂതുമായി അവതരിച്ച പുണ്യദിനം. ഉണ്ണി പിറന്നു, ഉണ്ണി യേശു പിറന്നു, മാനവർക്കേവർക്കും രക്ഷകനായി. ഉണ്ണി പിറന്നു, ഉണ്ണി യേശു പിറന്നു, മാനവർക്കേവർക്കും രക്ഷകനായി. സമാധാനത്തിൻ ശാന്തി ദൂതുമായി നല്ലൊരു സുദിനം ആഗതമായി.